ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സിദ്ധാർത്ഥ് നിധിക്ക് ഒരു ശല്യമായി മാറുകയാണ്. രാത്രികാലങ്ങളിൽ സിദ്ധാർത്ഥ് നിധിക്ക് മെസ്സേജ് അയക്കുകയും ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെയാണ്. നിധി സിദ്ധാർത്ഥിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും സിദ്ധാർത്ഥ് വീണ്ടും വീണ്ടും നിധിയെ ശല്യപ്പെടുത്തുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥിനെ ഒഴിവാക്കാനായി തന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും സുധീഷാണ് തന്റെ ഭർത്താവെന്നും നിധി സിദ്ധാർത്ഥിനോട് പറയുന്നു. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. വെഡിംഗ് റിസപ്ഷന്റെ ഫോട്ടോസും നിധി കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് സുഭാഷിൽ നിന്നും നിധിയുടെയും സുധീഷിന്റെയും വിവാഹം നടന്നത് എങ്ങനെയാണെന്നും പിന്നീട് നടന്ന കാര്യങ്ങളും ഒക്കെ സിദ്ധാർത്ഥ് മനസ്സിലാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം കഴിച്ച അവർ ഭാര്യ ഭർത്താക്കന്മാരായല്ല ജീവിക്കുന്നതെന്നും നാട്ടുകാരുടെ മുമ്പിൽ മാത്രമാണ് ഭാര്യ ഭർത്താക്കന്മാരെന്നും സിദ്ധാർത്ഥ് അറിയുന്നു. അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം അറിഞ്ഞ് സിദ്ധാർത്ഥ് സന്തോഷിക്കുകയും നിധിയെ തനിക്ക് ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയുമാണ് സിദ്ധാർത്ഥ്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിധി അവിടെ നിന്ന് പോകുകയും സുധീഷിനോടും കിളിക്കൂട്ടിലുള്ള എല്ലാവരോടും ഇക്കാര്യം പറയുകയുമാണ്. സുധീഷ് രാത്രി സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് ചെന്ന് സ്നേഹത്തോടുകൂടി സിദ്ധാർത്ഥിനെ പുറത്തിറക്കി ആരും കാണാതെ തല്ലുകയുമാണ്. ഇതിന്റെ പേരിൽ നിധിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് സുധീഷ് സിദ്ധാർത്ഥിന് താക്കീത് കൊടുക്കുന്നു. തുടർന്ന് സിദ്ധാർത്ഥിന്റെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിധി മറ്റു കമ്പനികളിൽ ജോലി അന്വേഷിക്കുകയാണ്. ഇതറിയുന്ന സിദ്ധാർത്ഥ് നിധിയെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, നിധി വേറെ ജോലി അന്വേഷിക്കുന്നുണ്ടോ? ഇത് കേട്ട് നിധി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധിയോടെ ചോദിച്ചത് ഒരുപാട് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്ക് നിധി, ഇത് ചെറിയ ഇൻഡസ്ട്രിയാണ്. എവിടെ നിധി ജോലിക്ക് പോയാലും എന്റെ കൂടെ പഠിച്ചവരുണ്ടാകും. എന്റെ കമ്പനിയിൽ ജോലി ചെയ്തോണ്ട് നിധി പുറത്ത് ജോലി അന്വേഷിക്കുന്ന കാര്യം ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ നിധി പറയുകയാണ്, സിദ്ധാർത്ഥ് ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട്. ഇത് കേട്ട് സിദ്ധാർത്ഥ് ചോദിക്കണ, ശരി ഇവിടെ ജോലി ചെയ്യുന്നതിന് നിധിക്ക് എന്താണ് പ്രശ്നം? ഇനി എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കണ, അതെന്താണെന്നാ ചോദിച്ചേ? അപ്പൊ നിധി പറയുന്നു, എന്താ കാരണമെന്ന് സിദ്ധാർത്ഥിന് തന്നെ അറിയാലോ. എനിക്കിവിടെ ജോലി ചെയ്യാൻ കംഫർട്ടബിൾ ആയി തോന്നുന്നില്ല. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, നിധിയെ പോലെ ഒരു ഫ്രഷർക്ക് ഇവിടെ ജോലി തന്നത് തന്നെ വലിയ കാര്യമാണ്. ഈ ജോബിന്റെ വാല്യൂ അറിയില്ലേ നിധിക്ക്? ഒരു ന്യൂ കമർ ആണെന്ന് പോലും ഞാൻ ചിന്തിക്കാതെയാണ് നിധിക്ക് ജോലി തന്നത്. അതെന്റെ തെറ്റാ. ഇവിടെ ജോലി അന്വേഷിച്ച് വരുമ്പോ തന്നെ ഫ്രഷേഴ്സിനൊന്നും ഇവിടെ ഓപ്പണിംഗ് ഇല്ലാന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു. പാവം വിചാരിച്ച് ജോലി കൊടുത്തപ്പോൾ ഇവിടെ ഇരുന്ന് ജോലി പഠിച്ച് വേറെ കമ്പനിയിൽ ജോലി അന്വേഷിക്കുന്നു. അപ്പൊ നിധി പറയണ, സിദ്ധാർത്ഥ് എന്താ പ്രശ്നമെന്ന് സിദ്ധാർത്ഥിന് നന്നായി അറിയാം. ഇനി ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് സിദ്ധാർത്ഥിന് നല്ലതല്ല, എനിക്ക് നല്ലതല്ല. തുടക്കത്തിൽ എനിക്ക് ഇവിടുന്ന് പോണോന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ ശരിയല്ല. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നു, നോക്ക് നിധി, ഒരു കമ്പനിയില് മിനിമം ഒരു വർഷമെങ്കിലും ജോലി ചെയ്യണം. അതാണ് വർക്ക് എത്തിക്സ്. ഒരു വർഷം പോലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത നിധിയെ ആരും ജോലിക്ക് എടുക്കില്ല. അതൊക്കെ നിധിക്ക് അറിയാമോ അറിയില്ലയോ? ഇത് കേട്ട് നിധി പറയുകയാണ്, വർക്ക് എത്തിക്സ് ഫോളോ ചെയ്യുന്ന സിദ്ധാർത്ഥ് ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനോടും ആ വർക്ക് എത്തിക്സ് പാലിക്കണമായിരുന്നു. എന്നെ ഇവിടെ ഒരു സ്റ്റാഫിനെ പോലെയാണോ സിദ്ധാർത്ഥ് കണ്ടത്? എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യണോ? അപ്പൊ സിദ്ധാർത്ഥ് പറയണ, നിധി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇവിടുന്ന് ഈ ജോലി വേണ്ടെന്ന് വെച്ച് പോയാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഇവിടെ നിധി ചെയ്ത ഒരു പ്രോജക്റ്റും പ്രൊഫൈലിൽ കാണിക്കാനും പറ്റില്ല. ഞാൻ സൈൻ ചെയ്ത് തരില്ല. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അതെങ്ങനെ സർ? ഞാൻ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് എനിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാൽ? ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, അതങ്ങനെയാണ് നിധി. ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷം പോലും ആകുന്നതിന് മുമ്പ് സില്ലി റീസൺസ് പറഞ്ഞ് ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നു. ഞങ്ങൾ നിധിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്ന് മറ്റൊരു കമ്പനിയിലേക്ക് റെക്കമെൻഡ് ചെയ്യണം. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നോക്ക് നിധി എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. നോക്ക് നിധി, ഇപ്പൊ ഞാൻ സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രമേ നിധിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ അവിടെയും നിധി ഫ്രഷറാണ്. എന്ത് ഡിസിഷൻ എടുത്താലും നന്നായി ആലോചിച്ചിട്ട് വേണം. ഇത് കേട്ട് നിധി പറയണ, ഇല്ല സിദ്ധാർത്ഥ്, ഞാൻ ഈ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. തെറ്റ് ചെയ്ത നിങ്ങൾ ഇത്രയ്ക്ക് ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിന് നിങ്ങളെ ഭയക്കണം? എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് ന്യായമായി തരേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ സാരമില്ല. എനിക്ക് ടാലന്റ് ഉണ്ട്, അത് വെച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ ഒരു നിമിഷം പോലും എനിക്കിനിയും ജോലി ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഇഷ്ടമെന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ നിധി പറയുകയാണ്, എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മെയിൽ ചെയ്തോളാം, മെയിൽ ചെക്ക് ചെയ്തോളൂ. അങ്ങനെ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നിധി ഈ ജോലി റിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയായി പോകുന്നത്? അത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ID കാർഡ് ഊരി സിദ്ധാർത്ഥിന്റെ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ് നിധി ക്യാബിനിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. സിദ്ധാർത്ഥ് ടെൻഷനോടുകൂടി ഇരിക്കുന്നു. തുടർന്ന് നിധി ബാഗും എടുത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. റോഡ് സൈഡിലൂടെ നടന്നു വരുന്ന നിധി കാണുകയാണ് സുധീഷിന്റെ കാർ ആ വഴി വരുന്നത്. കാറിന് കൈ കാണിച്ച് നിധി കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ സുധീഷ് പറയണ, നിധി വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്? ഇന്ന് ഹാഫ് ഡേ ലീവ് ആണോ? അപ്പൊ ദേഷ്യത്തോടു കൂടി നിധി പറയുകയാണ്, വണ്ടി എടുക്ക്. എന്ത് പറ്റി നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എടുക്കാനല്ലേ പറഞ്ഞത്? ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പറയുന്നു, നിധി ഇന്ന് എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, വണ്ടി ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഓരോട്ടം കഴിയുമ്പോൾ അടുത്ത ഓട്ടം, ഫോൺ പോലും നോക്കാൻ പറ്റിയില്ല. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടെടുത്ത് നോക്കിയപ്പോൾ നിധിയുടെ കോള്. എനിക്ക് സന്തോഷമായി. ഇതൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ വിഷമത്തോടു കൂടി
ഇരിക്കുകയാണ് നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് തോളിൽ തട്ടി സുധീഷ് പറയുന്നു, നിധി എന്തു പറ്റി നിധി, എന്താ ഡള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് എനിക്കൊരു ചായ വേണം. സുധീഷ് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ, വാങ്ങിച്ചു തരാം. അങ്ങനെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി സുധീഷ് പറയുന്നു, നിധി ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞാൻ ചായ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. വിഷമത്തോടുകൂടി നിധി ഓർക്കുന്നു സിദ്ധാർത്ഥന്റെ വാക്കുകൾ. നിധി ഇപ്പൊ ഈ ജോലി വേണ്ടാന്ന് വെച്ച് പോയാൽ നിധിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. നിധി ചെയ്ത ഒരു പ്രോജക്റ്റും പ്രൊഫൈലിൽ കാണിക്കാനും പറ്റില്ല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഞാൻ സൈൻ ചെയ്യില്ല. ഇപ്പൊ ഞാൻ സർട്ടിഫിക്കറ്റ് തന്നാലേ നിധിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും, ഇല്ലെങ്കിൽ അവിടെയും ഫ്രഷർ ആണ്. തുടർന്ന് ചായയുമായി അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, ഞാൻ നിധി കുടിക്ക്. താങ്ക്സ് എന്ന് പറഞ്ഞ് നിധി ചായ വാങ്ങിച്ചു കുടിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി എന്തു പറ്റി? അപ്പൊ നിധി പറയണ, ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചു സുധീഷ്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, ജോലി വേണ്ടാന്ന് വെച്ചോന്ന് എന്തു പറ്റി? അപ്പൊ നിധി ചോദിക്കണ, എന്താ അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? അവിടുത്തെ എന്റെ പ്രശ്നം എന്താണെന്ന് സുധീഷിന് അറിയില്ലേ? അപ്പൊ സുധീഷ് പറയണ, അതൊക്കെ അറിയാം, 1 വർഷം പോലും ആയില്ല, ഇനിയും കുറച്ചു കാലം കൂടി ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞതല്ലേ നിധി, പിന്നെന്താ ജോലി വേണ്ടാന്ന് വെച്ച് വീണ്ടും ആ സിദ്ധാർത്ഥ പ്രശ്നം ഉണ്ടാക്കിയോ? അപ്പൊ നിധി പറയണ, അതല്ല സുധീഷ്, ഞാൻ വേറെ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ സുധീഷിനോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ സുധീഷ് പറയുന്നോ, അപ്ലൈ ചെയ്യാൻ തുടങ്ങിയെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് നിധി പറയണ, ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്ത കാര്യം സിദ്ധാർത്ഥ് അറിഞ്ഞു, അതെന്നെ വിളിച്ച് ചോദിച്ചു. അപ്പൊ ഞാനും പറഞ്ഞു, ഇവിടെ എനിക്ക് ജോലി ചെയ്യാൻ കംഫർട്ടബിൾ അല്ല, ഞാൻ വേറെ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന്. ഉടനെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് പോയാൽ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല, ഞാൻ ചെയ്ത വർക്കുകളൊന്നും പ്രൊഫൈലിൽ കാണിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ എത്ര നാളാ ക്ഷമിച്ച് മുന്നോട്ട് പോവുക. അതാ ഞാൻ അവരോട് ദേഷ്യപ്പെട്ട് ജോലി റിസൈൻ ചെയ്തത്. ഇത് കേട്ട് തലയിൽ കൈവച്ച് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് സുധീഷ്. നിധി പൊട്ടിക്കരയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി കരയാണോ? കരയാതെ. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് നല്ല വിഷമമുണ്ട് സുധീഷെ. അപ്പൊ സുധീഷ് പറയുന്നു, നിധി കരയാതിരിക്കെ, ഈ ജോലി അല്ലെങ്കിൽ വേറെ ജോലി കിട്ടും. അപ്പൊ നിധി പറയുകയാണ്, ആ സിദ്ധാർത്ഥ് എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ജോലി ചെയ്തേനെ. എനിക്ക് ആ ജോലി ഒരുപാട് ഇഷ്ടപ്പെട്ടതാ. വലിയ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പേഴ്സണൽ റീസൺസ് കാരണം ജോലി വിടേണ്ട അവസ്ഥയിലായി. എങ്ങനെയെങ്കിലും മറ്റൊരു ജോലി കിട്ടുന്നത് വരെ ആ കമ്പനിയിൽ തന്നെ തുടരാമെന്നാ ഞാൻ വിചാരിച്ചത്. ഒരു ബാക്കപ്പ് പോലും ഇല്ലാതെ ജോലി വേണ്ടാന്ന് വെക്കേണ്ട അവസ്ഥയായി. നാളെ മുതൽ എനിക്ക് ജോലിയില്ല സുധീഷ്, ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ നിധി പൊട്ടിക്കരയുമ്പോൾ തോളിൽ കൈവച്ച് സുധീഷ് പറയുന്നു, നിധി കരയാതെ, നിധിയുടെ കഴിവിന് ഇവിടെ അല്ലെങ്കിൽ വേറെ വലിയ കമ്പനിയിൽ ജോലി കിട്ടും. നിധിയുടെ കരച്ചിൽ കണ്ട് കണ്ടു നിറങ്ങിയിരിക്കുകയാണ് സുധീഷ്. പെട്ടെന്ന് സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി ചോദിക്കുന്നു, സുധീഷും കരയുവാണോ? അപ്പൊ സുധീഷ് പറയണ, നിധി കരയുന്നത് കാണുമ്പോൾ എനിക്കും കരച്ചിൽ വരുക. ഇത് കേട്ട് നിധി കണ്ണീര് തുടയ്ക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് കണ്ണീര് തുടച്ച് സുധീഷ് പറയുന്നു, ദേ നോക്ക് നിധി, ഈ ജോലി പോയാൽ എന്താ, നമുക്ക് വേറെ ജോലി കിട്ടും. നിധി ബ്രില്യന്റ് ആണെന്ന് നിധിക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ? സിദ്ധാർത്ഥിന് അത് അറിയാവുന്നത് കൊണ്ടാണ് വലിയ പ്രോജക്റ്റുകൾ നിധിക്ക് തന്നത്. ടാലന്റ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാം. ആ സിദ്ധാർത്ഥ് ഒരു മനുഷ്യനാണോ? കൂടെ ജോലി ചെയ്യുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല അവന്. ആ സംസ്കാരം ഇല്ലാത്തവൻ ഒരു കമ്പനിയുടെ ഓണർ ആകുമ്പോൾ നിധിക്കൊരു ജോലി കിട്ടത്തില്ലേ? ഇപ്പൊ എന്റെ കാര്യം നോക്ക്, എനിക്കൊക്കെ എന്തറിയാം, കാർ ഓടിക്കാനല്ലാതെ വേറൊന്നും അറിയില്ല. എനിക്കൊരു ജോലി കിട്ടി, ഞാൻ സമ്പാദിക്കുന്നുണ്ട്. ശരി, എന്നെ വിട്ടേര്. നിധിയുടെ അച്ഛന്റെ കാര്യം നോക്ക്, എന്തെല്ലാം ബിസിനസ്സുകളാ. നിധിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അച്ഛന് കുറച്ച് വിവരം കുറവല്ലേ? ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, ശരി നിധിയുടെ അച്ഛന്റെ കാര്യം വിട്ടേര്. നിധിയുടെ അച്ഛൻ നിധിക്ക് വേണ്ടി ഒരു കല്യാണാലോചന കൊണ്ടുവന്നില്ലേ, ആ സൂര്യയുടെ? അവന് ഓസ്ട്രേലിയ ജോലി ചെയ്യുന്നു. അവനൊക്കെ എങ്ങനെ വിസ കൊടുത്തെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള അവനൊരു ജോലി കിട്ടുമ്പോൾ നിധിക്ക് ജോലി കിട്ടാതിരിക്കോ? ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ചിരിച്ചോ? അത്രേ ഉള്ളൂ നിധി, ഇപ്പം ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ആ തടസ്സങ്ങളിലൂടെയൊക്കെ കടന്നുപോയാലേ നിധി വലിയൊരു സ്ഥാനത്തെത്തും. അങ്ങനെ വിചാരിച്ചാ മതി. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി നിധി പറയുന്നു, സുധീഷ് വീണ്ടും സിദ്ധാർത്ഥിന്റെ അടുത്ത് പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവന് കൊടുക്കാനുള്ളത് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സുധീഷ് ഒന്നും ചെയ്യരുതേ. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിധി സന്തോഷമായിട്ടിരുന്നാ മതി. ഞാനില്ലേ, ചായ കുടിക്ക്. ഇത് കേട്ട് നിധി ചായ കുടിക്കുമ്പോൾ പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ നോക്കുകയാണ് സുധീഷ്. നിധിയും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുന്നു. തുടർന്ന് സുധീഷ് പറയുകയാണ്, നമുക്ക് പോകാം. അപ്പൊ നിധി പറയുന്നു, പോകാം സുധീഷ്. തുടർന്ന് രാത്രി സിദ്ധാർത്ഥ കാറിലേക്ക് കയറുമ്പോൾ ഓടി വന്ന് കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് സുധീഷ്. ദേഷ്യത്തോടുകൂടി സിദ്ധാർത്ഥ ചോദിക്കുന്നു, നീ എന്തിനാടാ കാറിൽ കയറിയത്? ഇറങ്ങടാ, നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, ഞാൻ ഇറങ്ങാം, നിനക്കെന്താ ഇത്ര ധൃതി? അങ്ങനെ സുധീഷ് വണ്ടിയുടെ കീ എടുക്കുമ്പോൾ സിദ്ധാർത്ഥ ചോദിക്കുന്നു, എന്തിനാണ് നീ ഇപ്പം കാർ ഓഫ് ചെയ്തേ? നീ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങും. അപ്പൊ സുധീഷ് പറയുകയാണ്, സംസാരിക്കാനുള്ളത് സംസാരിച്ചിട്ട് ഇറങ്ങിക്കോളാം. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ, നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന്. നിധി എന്ത് നന്നായാ നിന്റെ കമ്പനിയിൽ ജോലി ചെയ്തത്? അവള് വലിയ സ്വപ്നങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് വന്നതാ. അവള് ചെയ്ത ഒരേ ഒരു തെറ്റ് നിന്റെ കമ്പനിയിൽ വന്ന് ജോലി ചെയ്തതാ. ഇതുവരെ അവള് കൃത്യമായിട്ട് ജോലികൾ ചെയ്തിട്ടേ. നിന്റെ കമ്പനിക്ക് വേണ്ടിയല്ലേ അവള് ജോലി ചെയ്തത്? ഇങ്ങനെ സ്ത്രീകളുടെ ഫോണിലേക്ക് രാത്രി സമയത്ത് മെസ്സേജ് അയക്കുക, കോള് ചെയ്യുക,
ഇങ്ങനെ രാത്രി സമയത്ത് സ്ത്രീകളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നതും കോൾ ചെയ്യുന്നതും ഒക്കെ നല്ല ശീലമാണോ? ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നു, ഹലോ, മര്യാദയ്ക്ക് സംസാരിക്കണം. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്താണ് അവിടെ കല്യാണം കഴിഞ്ഞ് അവക്ക് ഒരു ഭർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നീ മെസ്സേജ് അയക്കുകയല്ലായിരുന്നു? പാവം നിധി നിന്റെ ടോർച്ചർ താങ്ങാനാകാതെ കരയുകയായിരുന്നു. അവൾ എന്റെ ഭാര്യയാണ്, മര്യാദയ്ക്ക് പെരുമാറണം അവളോടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ അവളെ ശല്യപ്പെടുത്തുകയായിരുന്നു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് ചോദിച്ച് സുധീഷ് സിദ്ധാർത്ഥിന്റെ കർണ തടിക്കുകയാണ്. സിദ്ധാർത്ഥ് സുധീഷിന്റെ കയ്യിൽ കയറി പിടിച്ച് തടയാനായി വരുമ്പോൾ കൈ തട്ടിമാറ്റി സുധീഷ് ചോദിക്കുന്നു, എന്താടാ, എതിർക്കാൻ നോക്കണ്ട, നീ തോൽക്കത്തേ ഉള്ളൂ. നേരത്തെ ഞാൻ നിന്നെ തല്ലിയപ്പോൾ നീ വീണ്ടും നിന്റെ ഓഫീസിലേക്ക് വരേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ എന്താടാ നോക്കി പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ച് സിദ്ധാർത്ഥിനെ തല്ലുകയാണ് സുധീഷ്. സിദ്ധാർത്ഥിന്റെ മുക്കിൽ നിന്നും ചോര വരുന്നത് കണ്ട് സുധീഷ് ചോദിക്കുന്നു, അയ്യോ, ചോര വരുന്നുണ്ടല്ലോ, നീ എന്റെ ഭാര്യയെ ടോർച്ചർ ചെയ്യുകയല്ലായിരുന്നോ? അതിന് കുറച്ച് ചോര പോകുന്നോണ്ട് കുഴപ്പമില്ല. അങ്ങനെ സുധീഷ് വീണ്ടും സിദ്ധാർത്ഥിനെ തല്ലുകയാണ്. സിദ്ധാർത്ഥ് എടാന്ന് വിളിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താടാ, മിണ്ടി പോകരുത്, ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത്. ഇനി നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് ചെയ്യും. പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ വയ്ക്കോ, കോടതിയിലേക്ക് പോണോ വയ്ക്കോ, അതോ ആളെ വെച്ച് അടിക്കണോ, ട്രൈ ചെയ്ത് നോക്ക്. എല്ലാത്തിനും കൂടി ചേർത്ത് നീ തന്നെ തല്ലുകൊള്ളേണ്ടി വരും, മനസ്സിലായോ? ഞാൻ നിധിയെ വിഷമിപ്പിക്കരുതെന്ന് കരുതി സൂക്ഷിച്ചും കണ്ടു അവളോട് സംസാരിക്കാറുള്ളത്. അപ്പൊ നീ അവളെ കരയിപ്പിക്കുന്നോ? അവൾ എന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ഇനി അവളുടെ ജീവിതത്തിൽ നീ ഉണ്ടാകാൻ പാടില്ല. വന്നാൽ കൊന്നുകളയും ഞാൻ. ഇത് നിനക്കുള്ള അവസാനത്തെ താക്കീതാ. നിനക്കിപ്പം വണ്ടിയുടെ കീയല്ലേ വേണ്ടത്? എടുത്തോണ്ട് പോന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ നേരെ കീ എറിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി ദേഷ്യത്തോടു കൂടി സിദ്ധാർത്ഥനെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. തുടർന്ന് നിധി ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് വരികയാണ്. നിധി വരുന്നതും കാത്ത് കാറിൽ കിടന്നുറങ്ങുകയാണ് സുധീഷ്. ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടേക്ക് വന്ന നിധി കാറിന്റെ ഡോറിൽ തട്ടി വിളിക്കുന്നുവെങ്കിലും സുധീഷ് ഉണരുന്നില്ല. നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഓർക്കപ്പിച്ചിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് ചോദിക്കുന്നു, നിധി എങ്ങനെയുണ്ട് ഇന്റർവ്യൂ? അപ്പൊ നിധി പറയുകയാണ്, ഡോർ ഓപ്പൺ ചെയ്താലേ എനിക്ക് പറയാൻ പറ്റൂ. ഇത് കേട്ട് കണ്ണു തുറന്ന് നിധി വന്നോന്ന് ചോദിച്ച് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് സുധീഷ്. നിധി കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി സോറി, ഡോർ ലോക്കായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് സാരമില്ലാന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താ നിധി, പോയ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നല്ലോ, ജോലി കിട്ടിയോ? അപ്പൊ നിധി പറയുകയാണ്, ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, ജോലി കിട്ടിയില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, അത് സാരമില്ല, ഈ കമ്പനി അല്ലെങ്കിൽ വേറൊരു കമ്പനി. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് പേടിയാവുന്നു സുധീഷ്, എവിടെ ചെന്നാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. നേരത്തെ എവിടെയാ ജോലി ചെയ്തത്, എന്ത് പ്രോജക്റ്റ് ആണ് ചെയ്തത്, അതിനുള്ള റെക്കോർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്റെ കയ്യിൽ ഒന്നുമില്ല. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുന്നില്ല. പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഇത്രയും നാളും എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചിലര് ചോദിക്കുന്നത്. അപ്പൊ സുധീഷ് പറയണ, നിധി കോളേജിൽ വെച്ച് ഗോൾഡ് മെഡൽ ഒക്കെ വാങ്ങിയിട്ടുള്ളതല്ലേ, അതെടുത്ത് കാണിക്കത്തില്ലായിരുന്നു? അപ്പൊ നിധി പറയണ, അതൊന്നും അവർക്കൊരു വലിയ കാര്യമല്ല, എനിക്ക് ദേഷ്യ വരുന്നത്. അപ്പൊ സുധീഷ് പറയണ, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ആയാൽ എങ്ങനെ നിധി? ആ സിദ്ധാർത്ഥിന്റെ കമ്പനിയിൽ ജോലി കിട്ടുന്നതിന് മുമ്പ് നിധി എത്ര കമ്പനി കയറി ഇറങ്ങി. ഇത് വിട്, വേറെ എവിടെയോ നിധിക്ക് വേണ്ടി നല്ലൊരു ജോലി കാത്തിരിപ്പുണ്ട്, അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചാ മതി. അങ്ങനെ സുധീഷ് നിധിക്കൊരു ചോക്ലേറ്റ് എടുത്ത് നീട്ടുകയാണ്. എന്താ ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണം, മുറുക്ക്. ഇതാണോ മുറുക്ക്? ഇത് ചോക്ലേറ്റ് അല്ലേന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അറിയാലോ, പിന്നെന്തിനാ ചോദിച്ചേ? അപ്പൊ നിധി പറയണ, ചോക്ലേറ്റ് ആണെന്ന് മനസ്സിലായി, എന്തിനാണെന്നാ ചോദിച്ചത്? അപ്പൊ സുധീഷ് പറയണ, ഒരുപക്ഷെ നിധിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിധിയെ കൂളാക്കാൻ വേണ്ടി ചോക്ലേറ്റ് വാങ്ങി വെച്ചതാ. ഇത് കേട്ട് നിധി പറയണ, അപ്പൊ ഞാൻ ഫെയിൽ ആകുമെന്ന് സുധീഷിന് നേരത്തെ അറിയായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, അയ്യോ അങ്ങനെയല്ല, ഒരുപക്ഷെ നിധി പാസ്സായി ജോലി കിട്ടിയിരുന്നെങ്കിലും ഇതേ ചോക്ലേറ്റ് തന്ന് കൺഗ്രാചുലേഷൻസ് പറഞ്ഞേനെ. എന്ത് നടന്നാലും യൂസ് ചെയ്യാന്ന് കരുതി 2 in 1 ആയി വാങ്ങിയതാ. ദാ നിധി, താങ്ക് യു എന്ന് പറഞ്ഞ ആ ചോക്ലേറ്റ് വാങ്ങുകയാണ് നിധി. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ചോക്ലേറ്റ് കഴിക്ക്. അപ്പൊ നിധി പറയണ, ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പൊ സുധീഷ് പറയണ, നിധി ഒന്ന് ചിരിക്ക്, ഈ മുഖം കാണാൻ ഒരു ഭംഗിയില്ല. അപ്പൊ നിധി പറയണ, ചിരി വരുന്നില്ല, ചിരി വരുവാണെങ്കിൽ ചിരിക്കാം. സുധീഷ് വണ്ടി എടുക്ക്, നമുക്ക് പോകാം. തുടർന്ന് ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് നിധിയെ സന്തോഷിപ്പിക്കാനായി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ദിവ്യ. ഫോൺ അറ്റൻഡ് ചെയ്ത നിധിയോട് ദിവ്യ ചോദിക്കുന്നു, നിധി ഇപ്പൊ എവിടെയാ? ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വരുവാണെന്ന് നിധി പറയുമ്പോൾ ദിവ്യ പറയണ, സൂപ്പർ നിധി, ജോലി കിട്ടിയോ? അപ്പൊ നിധി പറയണ, എങ്ങനെ കിട്ടാനാ, ഒരു കമ്പനിയിൽ ജോലി ചെയ്തെന്ന് അറിയിക്കാൻ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, എനിക്ക് ആര് ജോലി തരാനാ? ഇത് കേട്ട ദിവ്യ പറയണ, ശരി, നീ അപ്സെറ്റ് ആകാതെ, നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഉടനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഉടനെ ഒന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കണ, എന്താ നിധി? അപ്പൊ നിധി പറയണ, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന്, ഉടനെ മീറ്റ് ചെയ്യാൻ പറ്റുമോന്നാ ചോദിക്കുന്നത്. സുധീഷിന് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? അപ്പൊ സുധീഷ് പറയണ, ഇതല്ലാതെ എനിക്ക് വേറെ എന്ത് ജോലിയാ? ലൊക്കേഷൻ അയക്കാൻ പറ, നമുക്ക് ഉടനെ തന്നെ പോയി കാണാം. പുഞ്ചിരിച്ച് നിധി പറയുന്നു, ദിവ്യ വരാം, ലൊക്കേഷൻ അയച്ചോ? ശരി നിധി എന്ന് പറഞ്ഞ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് ദിവ്യ. ഫോൺ കാണിച്ചുകൊണ്ട് നിധി പറയുന്നു, സുധീഷ് ഇതാ ലൊക്കേഷൻ. അപ്പൊ സുധീഷ് പറയണ, ഇതായിരുന്നോ? ഈ ലൊക്കേഷൻ ഇവിടെ അടുത്ത 15 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. ഇത് കേട്ട് നിധി സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ പുഞ്ചിരിച്ച സുധീഷ് പറയണ, നിധി ചിരിക്കുന്നു. ചിരിക്കുമ്പോ
കാണാൻ നല്ല ഭംഗിയാ. ഇത്രയും നേരം മുഖം വീർപ്പിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പൊ നിധി പറയണ, എന്ത് ചെയ്യാനാ സുധീഷ്, എത്ര നന്നായി ജോലി ചെയ്തതാ. വലിയ വലിയ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് ഒടുവിലത് ഞാനാണ് ചെയ്തതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ. ഇങ്ങനത്തെ അവസ്ഥയൊന്നും ആർക്കും വരരുത് സുധീഷ്. ഇത് കേട്ട് സുധീഷ് പറയണ, നിധി അത് വിട്. ഇതിനേക്കാളും നല്ല സൂപ്പർ പ്രോജക്റ്റ് ഒക്കെ നിധി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അവസരങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. അന്വേഷിച്ചു പോകേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ്, ദിവ്യ ജോലി വേണ്ടാന്ന് വെച്ചു എന്നാ തോന്നുന്നത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, അതെന്താ, ദിവ്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പൊ നിധി പറയുകയാണ്, അറിയില്ല, അവളും അവളുടെ ഫ്രണ്ട്സും സ്വന്തമായിട്ടൊരു ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചത് ഒരു റീസൺ ആക്കിക്കൊണ്ട് അവളും ജോലി വേണ്ടാന്ന് വെച്ചു എന്നാ തോന്നുന്നത്. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, നല്ല ഫ്രണ്ട് ആണല്ലോ. നിധി ജോലി വേണ്ടാന്ന് വെച്ചോണ്ടേ ഫ്രണ്ടും ജോലി വേണ്ടാന്ന് വെച്ചു. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം. തുടർന്ന് ദിവ്യയും ഫ്രണ്ടും ഒരു കോഫി ഹൗസിൽ ഇരിക്കുകയാണ്. സുധീഷിനെയും കൂട്ടി നിധി അവിടേക്ക് വരുന്നു. നിധി പറയുന്നു, ഹായ് ദിവ്യ, ഇത് സുധീഷ്, അറിയാലോ. അപ്പൊ ദിവ്യ പറയണ, എനിക്ക് സുധീഷിനെ അറിയാതിരിക്കോ? നമ്മുടെ ഹോസ്റ്റലിന് പുറത്ത് സോറി എന്നുള്ള ബലൂണുമായി വന്ന ആളല്ലേ? അപ്പൊ സുധീഷ് പറയണ, അതെ അതെ, നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ മേടിച്ചോണ്ട് വരാം. അങ്ങനെ സുധീഷ് ചായ ഓർഡർ ചെയ്യാനായി പോവുകയാണ്. അപ്പൊ ദിവ്യ പറയുന്നു, നിധി, ഇതെന്റെ ഫ്രണ്ട് ശോഭന, ആർക്കിടെക്റ്റാ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്നതായി. ശോഭനയും ഒരു പാർട്ട്ണറാണ്. ഇപ്പം ഞാനും അതിലൊരു പാർട്ട്ണർ ആകാമെന്ന് വിചാരിക്കുകയാ. ഇത് കേട്ട് നിധി പറയുന്നു, സൂപ്പർ ദിവ്യ, കൺഗ്രാറ്റ്സ്. സുധീഷ് അവർക്ക് കോഫി കൊണ്ട് കൊടുക്കുകയാണ്. ദിവ്യ പറയുന്നു, സുധീഷ്, ഇതെന്റെ ഫ്രണ്ട് ശോഭന. അപ്പൊ സുധീഷ് പറയുന്നു, ഹായ്, എന്റെ പേര് സുധീഷ്. ശോഭന ഹായ് പറയുമ്പോൾ നിധി പറയണ, സുധീഷ് ഇരിക്ക്. അപ്പൊ സുധീഷ് പറയണ, ഇല്ല നിധി, നിങ്ങൾ സംസാരിക്ക്, ഞാൻ ആ ടേബിളിൽ ഇരിക്കാം. അങ്ങനെ സുധീഷ് അടുത്ത ടേബിളിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ ദിവ്യ പറയുന്നു, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതില് നീയും കൂടി ജോയിൻ ചെയ്യുന്നോ? ഞാനോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് അവരെ തിരികെ നോക്കുകയാണ്. ദിവ്യ പറയണ, നീ ഇപ്പം ജോലി അന്വേഷിക്കുകയല്ലേ? സിദ്ധാർത്ഥ് കാരണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയില്ല. നിനക്ക് നല്ല കഴിവുള്ളതല്ലേ? നീ ചെയ്ത എല്ലാ പ്രോജക്റ്റും എത്ര നല്ലതായിരുന്നു എന്ന് എനിക്കറിയാലോ. നമ്മൾ എന്തിനാ മറ്റൊരാളുടെ കമ്പനിയിൽ പോയി ജോലി ചെയ്യണം? നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അത് നന്നായിരിക്കും നിധി. നീ എന്താ പറയുന്നേ? അപ്പൊ ശോഭന പറയുകയാണ്, ദിവ്യ നിധിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിധിയും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്താൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. അപ്പൊ നിധി പറയണ, എനിക്ക് ഓക്കെയാ, പക്ഷേ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണമെങ്കിൽ എല്ലാവരും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ ദിവ്യ പറയുന്നു, വേണം നിധി, ഇൻവെസ്റ്റ് ചെയ്താലേ എല്ലാവരും പാർട്ട്നേഴ്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ നിധി ചോദിക്കുന്നു, എല്ലാവരും എത്ര ഇൻവെസ്റ്റ് ചെയ്യാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അപ്പൊ ദിവ്യ പറയണ, ഒരു കമ്പനി തുടങ്ങാൻ മിനിമം ഒരു 20 ലക്ഷം രൂപ വേണ്ടി വരും. ഇന്റീരിയർ ചെയ്യണം, ഓഫീസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം, അങ്ങനെ ഒരുപാട് ജോലിയുണ്ട്. പാർട്ട്നേഴ്സ് എല്ലാവരും 5 lakhs വെച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് കേട്ട് നിധി പറയണ, 5 lakhsോ? അത്രയും കാശൊന്നും എന്റെ കയ്യിലില്ല ദിവ്യ. അപ്പൊ ദിവ്യ പറയണ, ഉടനെ ഇല്ലാന്ന് പറയാതെ നിധി, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായും സക്സസ് ആകും. എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഈ റിസ്ക് എടുക്കില്ലല്ലോ. അപ്പൊ ശോഭന പറയുന്നു, നിധി ഒന്ന് ആലോചിച്ച് നോക്ക്. നിധിയെ പോലെ ടാലന്റ് ഉള്ള ആളുകളൊക്കെ എന്തിനാ മറ്റുള്ളവരുടെ കീഴിൽ പോയി ജോലി ചെയ്യുന്നത്? നമ്മൾ എല്ലാവരും കൂടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ അത് ഉറപ്പായും ഒരു വലിയ സക്സസ് ആയിരിക്കും. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് നിധി ചോദിക്കുമ്പോൾ ദിവ്യ പറയുകയാണ്, മതി, സമയമെടുത്ത് നന്നായി ആലോചിക്കുക. നിധി ഇന്ന് ഏത് കമ്പനിയിലാ ഇന്റർവ്യൂവിന് പോയത്? ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ നിധി അവരോട് പറയുകയാണ്. തുടർന്ന് സുധീഷിന്റെ ഒപ്പം കാറിൽ വരുന്ന നിധി ഓർക്കുകയാണ് ദിവ്യ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പറയുകയാണ്, നിധി ലഞ്ച് ടൈം ആയി, നമുക്ക് കഴിച്ചിട്ട് പോയാലോ? നിധി അങ്ങനെ സുധീഷ് നിധിയുടെ തോളിൽ തട്ടുമ്പോൾ ഞെട്ടി നിധി ചോദിക്കണ, എന്താ സുധീഷ്, നമുക്ക് കഴിച്ചിട്ട് പോയാലോ എന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ നിധി പറയുകയാണ്, വേണ്ട സുധീഷ്, ഇപ്പോഴല്ലേ കോഫി കുടിച്ചത്, കുറച്ചുകൂടി കഴിയട്ടെ. നിധി എന്താ ആലോചിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ദിവ്യ പറയുകയാണ്, സുധീഷ്, ദിവ്യയും അവളുടെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ചാ പറഞ്ഞത്. അതില് ഞാനും ജോയിൻ ചെയ്യാനാ പറയുന്നത്. അതിനെ കുറിച്ച് സംസാരിക്കാനാ എന്നെ വിളിച്ചത്. സന്തോഷത്തോടു കൂടി സുധീഷ് പറയണ, നല്ല കാര്യമാണല്ലോ, ഞാനും കുറച്ചൊക്കെ കേട്ടായിരുന്നു. അപ്പൊ നിധി പറയണ, നല്ല കാര്യമൊക്കെയാ, പക്ഷേ ചുമ്മാ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. 20 ലക്ഷം രൂപയോളം വേണമെന്നാ പറഞ്ഞേ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, തുടക്കത്തില് എന്തിനാ ഇത്രയൊക്കെ ചെലവാക്കുന്നത്? ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പതിയെ പതിയെ വളർത്തിക്കൊണ്ട് വന്നാ പോരെ? ഇത് കേട്ട് നിധി പറയുകണ, അങ്ങനെയല്ല സുധീഷ്, ആർക്കിടെക്ട്സ് എല്ലാവരും കൂടി ചേർന്ന ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കമ്പനിയുടെ ലുക്ക് നല്ല മോഡേൺ ആയി നന്നായി ഇരിക്കണമല്ലോ. വരുന്ന ക്ലയൻസ് എല്ലാം കമ്പനിയുടെ ലുക്ക് കണ്ട് ഇംപ്രസ് ആകണം. അതിന് തന്നെ നല്ല ചിലവ് വരും. 5 പേര് വർക്ക് ചെയ്താലും ശരി, 10 പേര് വർക്ക് ചെയ്താലും ശരി, അവർക്ക് എല്ലാവർക്കും ഓരോ ക്യാബിൻ, ഡിസ്കഷൻ റൂം എല്ലാം വേണമല്ലോ. ഇന്റീരിയർ ചെയ്യണം, സ്റ്റാഫുകളെ ജോലിക്ക് വെക്കണം. തുടങ്ങിയാലുടനെ ലാഭമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബിസിനസ് നന്നായി വരുന്നത് വരെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും കയ്യിൽ നിന്ന് സാലറി കൊടുക്കേണ്ടി വരും. ഇതൊക്കെ പ്ലാൻ ചെയ്താണ് ഒരാൾക്ക് 5 lakhs എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇവര് പറയുന്നത് കുറവാണ്, അങ്ങോട്ട് ഇറങ്ങിയാലേ അറിയൂ ഇനി എന്തെല്ലാം ചിലവുകൾ
കുറവുകൾ വരുമെന്ന്. ഇതൊന്നും നമുക്ക് ശരിയാകില്ല സുധീഷ്. അവരൊക്കെ കുറെ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാ. നല്ല സേവിങ്സും കാണും. ഞാൻ അങ്ങനെയാണോ? ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ട് തന്നെ കുറച്ച് മാസങ്ങളല്ലേ ആയുള്ളൂ. എന്നോട് വന്ന് 5 ലക്ഷം ചോദിച്ചാൽ ഞാൻ എവിടെ പോകാനാ? ഞാൻ ജോയിൻ ചെയ്യണമെന്നാ അവര് പറയുന്നത്. അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഇത് ശരിയാകില്ല എന്ന് എനിക്കറിയാം. ഉടനെ പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരെന്നെ വിളിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചു ശരിയാകില്ല എന്ന് പറയാം. എന്തിനാ നിധി അങ്ങനെ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണ പിന്നെ എന്ത് ചെയ്യണമെന്നാ സുധീഷ് പറയുന്നത്? കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാനാണോ? അതൊന്നും ശരിയാകില്ല സുധീഷ്. കമ്പനിയിൽ ലാഭം വരാൻ സമയമെടുക്കും. എങ്ങനെയാണെങ്കിലും കടം വാങ്ങിയ പണം നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. കയ്യിൽ പണമില്ലാതെ ബിസിനസിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പാടില്ല സുധീഷ്. അത് വലിയ പ്രശ്നമാകും. സുധീഷ് പറഞ്ഞതുപോലെ കുറച്ച് കമ്പനിയിൽ കൂടെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടും. ആദ്യം നല്ലൊരു ജോലി കിട്ടട്ടെ. ആ ശമ്പളം സേവ് ചെയ്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. ഇത് കേട്ട് ടെൻഷനോടുകൂടി ഡ്രൈവ് ചെയ്യുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്